ഭക്തി നല്ലതാണ് അല്ലേ പൗർണമി? തീർച്ചയായിട്ടും നമുക്കൊരു അച്ചടക്കം ഉണ്ടാവാനും നമ്മളൊരു സമാധാനത്തിനുമായിട്ട് ഏത് മതത്തിലുള്ളതും ആയിക്കോട്ടെ, അമ്പലം ആയിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, ഭക്തി വേണം എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. പൗർണമി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പൗർണമി അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ പെർസ്പെക്റ്റീവാണ്. അമ്പലങ്ങൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ, കൂടുതലും വിഷമങ്ങളാണല്ലോ മനുഷ്യജന്മത്തിൽ, ഒരു സമാധാനം കിട്ടാനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വഴിപാടുകളോ കാര്യങ്ങളോ ചെയ്യുന്നു, പൂജാരിക്ക് ചെറിയ ദക്ഷിണ കൊടുത്ത് നമ്മൾ തിരിച്ചു പോകുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ ചില അമ്പലങ്ങൾ അതിപ്രശസ്തരായി മാറുന്നു. അത് ആ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ പൂജാരിമാരുടെ കർമ്മങ്ങൾ കൊണ്ടോ എന്തൊക്കെയാവാം. അക്കൂട്ടത്തിൽ ഈ ഇടയായിട്ട് ഭയങ്കരമായി പ്രശസ്തമായിട്ട് നമ്മുടെ ഗുരുവായൂരോ അല്ലെങ്കിൽ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രമൊക്കെ ഓൾറെഡി പ്രശസ്തമായിട്ടുള്ള അമ്പലങ്ങളാണ്, ശബരിമല ഉൾപ്പെടെ. പക്ഷേ നമ്മൾ ഇതുവരെ കേൾക്കാത്ത, അറിയാത്ത ചില അമ്പലങ്ങൾ, പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ദേവസ്വം എന്ന് പറഞ്ഞ അമ്പലം. അത് ഇന്നിപ്പോൾ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാലും വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലും അവർ ടെക്നോളജിയിൽ മുൻപന്തിയിൽ ഓടുന്നത് പോലെ എല്ലായിടത്തും അവരുണ്ട്. ഏത് പ്രശസ്തരായ സെലിബ്രിറ്റികളുടെ സ്റ്റോറി എടുത്ത് നോക്കിയാലും അതിനകത്ത് അവർ ഹിന്ദുക്കളാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ജാതി പറയുമല്ല, പക്ഷേ ഒരു തവണയെങ്കിലും ആ അമ്പലത്തിൻ്റെ വാതിക്കൽ പോയി നിന്ന് അവർ സംസാരിക്കുകയും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന റീൽസൊക്കെ നമ്മൾ കാണാറുണ്ട്. മൊത്തം സ്വർണ്ണത്താൽ മൂടപ്പെട്ട ഒരു അമ്പലം, സ്വർണം കൊണ്ട് പൂശിയ ഒരു അമ്പലം, രണ്ടു നേരവും മറ്റ് ഒരമ്പലങ്ങളില്ലാത്ത പോലെ നെറ്റിൽ ഈ പറയുന്ന അവരുടെ ഈ പൂജകളെല്ലാം വെബ്സൈറ്റുകളിലും നെറ്റിലും ആയാലും അകത്തെ ശ്രീകോവിലിനകത്തെ പ്രതിഷ്ഠ ലൈവായിട്ട് കാണിക്കുന്ന അമ്പലം. അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു അമ്പലമാണ് ഈ തൃശ്ശൂരുകരയിലെ പെരിങ്ങോട്ട് ദേവസ്വം എന്ന് പറയുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വളരെ മ്ലേച്ഛമായിട്ടുള്ള എല്ലാ അമ്പലത്തിലെയും പൂജാരിമാരെ വരെ നാണം കെടുത്തുന്ന തരത്തിലുള്ള ഒരു വാർത്ത ഉണ്ടായി. പൗർണമി കേട്ടായിരുന്നോ? തീർച്ചയായും കേട്ടിരുന്നു. അത് മറ്റൊന്നുമല്ല, കർണാടകയിലുള്ള ഒരു യുവതി അല്ലേ, അവര് സ്വാഭാവികമായിട്ടും ഇപ്പം ശാരിക പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ആ അമ്പലത്തിലെ പ്രതിഷ്ഠയെ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസം കണക്കിലെടുത്ത് പലരും അവിടെ വരാറുണ്ട്, പല പൂജകളും നടത്താറുണ്ട്, പല വഴിപാടുകളും ചെയ്യാറുണ്ട്. അത്തരത്തിലൊരു വിശ്വാസത്തിന്റെ പുറത്ത് അവിടെ വരികയും ഒരു പൂജാരിയുമായിട്ട് കോണ്ടാക്ട് വെക്കുകയും പൂജയുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണല്ലോ നമ്മൾ അമ്പലങ്ങളെ അല്ലെങ്കിൽ പൂജാരികളെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ സംസാരത്തിന് ഇടയിൽ ഈ പറയുന്ന പൂജാരി അവരോട് മോശമായി പെരുമാറി. എന്തായാലും അത് പുറത്തു വന്നു, ഈ പറയുന്ന പൂജാരി അറസ്റ്റിലാണ്. അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മളത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് നമ്മൾ അമ്പലമായാലും പള്ളികളാണേലും മോസ്ക് ആണേലും ഇതെല്ലാം മനുഷ്യരുടെ ഓരോ വിശ്വാസമാണ്. ശാരിക മുൻപ് പറഞ്ഞതുപോലെ നമ്മളിലൊക്കെ ഒരു 80% ആളുകളും വിശ്വാസികൾ തന്നെയായിരിക്കും. നമ്മുടെ എല്ലാ മനസ്സിലുള്ള സന്തോഷമാണേലും വിഷമമാണേലും ഈ പറയുന്ന ദൈവാലയങ്ങളിൽ പോയി നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. ഉറപ്പൊന്നുമില്ല, പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തോ നമ്മളൊരു വലിയ ഭാരം തീർത്തു, അല്ലെങ്കിൽ വലിയൊരു ജോലി കഴിഞ്ഞു എന്നുള്ളൊരു ഫീലാണ്. അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെ. നമുക്കറിയാം പല മേഖലകളിലും, അതായത് ഇപ്പോൾ അമ്പലങ്ങളിൽ നിന്ന് മാത്രമല്ല പള്ളികളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈദികനെയൊക്കെ പല മോശപ്പെട്ട സാഹചര്യത്തിൽ അല്ലെങ്കിൽ പല കേസുകളിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അത് ഒന്നടങ്കം ആ ഒരു സമൂഹത്തെ മൊത്തം, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി ഓഫ് ആളുകളെ നമുക്ക് അടച്ചാക്ഷേപിക്കാൻ ഒരിക്കലും പറ്റില്ല. ഒരുപാട് നല്ല വൈദികന്മാരും അതുപോലെ തന്നെ തിരുമേനിമാരും അല്ലെങ്കിൽ പൂജാരിമാരും ഒക്കെ ഉണ്ട്. അവർക്കൂടെ ക്ഷതമേൽപ്പിക്കുന്ന രീതിയിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ഇത്തരം മനോവൈകൃതമുള്ള ആളുകളെ മാത്രം നമ്മൾ മാറ്റി നിർത്തപ്പെടുക, അല്ലെങ്കിൽ കോമൺ ആയിട്ട് അടച്ചാക്ഷേപിക്കാതിരിക്കുക. ഇപ്പോൾ തികച്ചും ഈ പറയുന്ന ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു സംഭവം പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുക തന്നെ ചെയ്യും. ഈ പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫേമസ് ആയിട്ടുള്ള അവിടുത്തെ മെയിൻ പൂജാരി നിലവിൽ ഒളിവിലാണ് അല്ലേ, ഉണ്ണി ദാമോദരൻ എന്ന് പറഞ്ഞൊരു തന്ത്രി, അവിടുത്തെ തന്ത്രിയാണ്. നമുക്കറിയാം, നമ്മൾ അവരുടെ വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുണ്ട് പെരിങ്ങോട്ടുകര ദേവസ്വത്തിന്. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അമ്പലത്തിന്റെ രാവിലത്തെയും വൈകുന്നേരത്തെ, രാവിലത്തെ ഉഷപൂജയും വൈകുന്നേരത്തെ ദീപാരാധനയും എല്ലാം ലൈവായിട്ട് ചെയ്യുന്ന തന്ത്രിയാണ് ഇദ്ദേഹം, ഉണ്ണി ദാമോദരൻ. നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ കയറിയാലും നമുക്ക് മിനിമം ഒരു 10,000 രൂപ കുറഞ്ഞ വഴിപാട് അവിടെ ഇല്ല. അവിടെ ഇങ്ങനെ സ്ലോട്ട് കണക്കിനാണ്. അപ്പോൾ പക്ക മാർക്കറ്റിംഗ് അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ അമ്പലങ്ങൾ മാറിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന 2ാമത്തെ അമ്പലം എന്ന് പറയുന്നത് ശബരിമലയാണ്. എന്ന് വെച്ചാൽ ശബരിമല ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളുണ്ടോ? ഇല്ല. ഏറ്റവും ഭക്തമായും ഭക്തസാന്ദ്രതയോടു കൂടിയും ഭക്തർക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങൾ, സൗകര്യങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ ഒരുക്കിക്കൊണ്ടാണ് ഓരോ മണ്ഡലകാലവും തുറക്കപ്പെടുന്നത്. ഗുരുവായൂർ അമ്പലത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ശ്രീപത്മനാഭൻ്റെ മണ്ണ്, ഈ ലോകത്തിലേക്ക് പറ്റി ഏറ്റവും കോടീശ്വരനായ ഭഗവാനെന്ന് വെച്ചാൽ ശ്രീപത്മനാഭൻ എന്ന് പറയേണ്ടി വരും. കാരണം ഒരു നിലവർ ഇനിയും തുറക്കാനുണ്ട്. സോ അത്രയും സമ്പുഷ്ടമാണ്, പൈസ കൊണ്ടായാലും ഭക്തി കൊണ്ടായാലും സമ്പുഷ്ടമാണ്, അനുഗ്രഹീതമാണ് നമ്മുടെ നാട് അമ്പലങ്ങളാൽ അല്ലെങ്കിൽ പള്ളികളാൽ, എവിടെ ആയിക്കോട്ടെ. പക്ഷെ അവിടെ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് തക്കതായ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. കാരണം നമുക്ക് ഒരിക്കലും ആ ദേവസ്ഥാനത്തെ കുറ്റം പറയാൻ പറ്റില്ല. അതൊരു ശ്രേഷ്ഠമായ സ്ഥലമാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഈ ദേവന്മാരെയൊക്കെ പൂജിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ നഗ്നതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കാമപൂർത്തീകരണത്തിനായിട്ട് ഭക്തരെ സമീപിക്കുക, ആവശ്യത്തിന് കൂടുതൽ ഭക്തരുടെ നിന്ന് പിടിച്ചവിടെ മേടിക്കുന്നുണ്ട്. ശരിയാണ്, ഈ പറയപ്പെടുന്ന കർണാടക സ്വദേശി അവിടേക്ക് വരുന്നത് ഈ
അവിടെ ഇരിക്കുന്ന ആ ഡയറ്റിയുടെ പവർ കേട്ടിട്ടാണ്. ഈ വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ അവിടെ ആരാധിക്കുന്ന ഡയറ്റിയുടെ നെയിം എന്ന് പറഞ്ഞാൽ വിഷ്ണുമായാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പവർ കേട്ടിട്ടാണ് അവിടെ വന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വതമായ പരിഹാരം എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും വഴിപാടുകൾ ചെയ്താൽ കാഴ്ചയുള്ളവർ അത് അവരുടെ ഇഷ്ടം, അവർ ചെയ്തോട്ടെ. പക്ഷേ അതിന് സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കർണാടക ആയതുകൊണ്ട് അവർക്ക് സ്ഥിരമായിട്ട് അവിടെ വരാൻ പറ്റില്ല, കേരളത്തിൽ അമ്പലമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്പറുകൾ കൈമാറും. ഓൺലൈൻ വഴി ഇവർക്ക് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്പറുകൾ കൈമാറുന്നൊരു തെറ്റല്ല. പക്ഷേ ആ നമ്പറുകൾ കൈമാറുമ്പോൾ അതിന് പകരം സ്വകാര്യമായിട്ട് ചെന്നുകൊണ്ട് അവിടെ അവരോട് ഈ പറയപ്പെടുന്ന പോലെ മോശമായി സംസാരിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ നഗ്ന വീഡിയോ അയച്ചു കൊടുക്കാൻ ഇൻസിസ്റ്റ് ചെയ്യുക. അത് അയച്ചു കൊടുത്തില്ലെങ്കിൽ അവരുടെ കുട്ടികളെ കർമ്മങ്ങൾ ചെയ്ത് കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തുക. സ്വാഭാവികമായിട്ടും ഒരു സാധാരണ വീട്ടമ്മയാണ്, ഒരു കർണാടകയിലെ സാധാരണ വീട്ടമ്മയാണ്, ചിലപ്പോൾ ഒരു കുഗ്രാമത്തിലെ ആയിരിക്കും, ഒരുപാട് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി അത്രയും വിദ്യാഭ്യാസം ഉള്ളവർ തന്നെ പോലും എന്തോരം അപകടത്തിലും വിഡിത്തങ്ങളിലും പോയിപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കുക എന്താണ്, ഈ ഭക്തിക്ക് രണ്ട് വശങ്ങളുണ്ട്. ഒരു നല്ല വശമുണ്ട്, ഒരു മോശ വശമുണ്ട്. മോശ വശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്തി ഓവറായിട്ട് അത് അന്ധമായി മാറും. അപ്പോൾ ആര് പറഞ്ഞാലും, ഏത് ജ്യോത്സ്യൻ പറഞ്ഞാലും അല്ലെങ്കിൽ ഏത് പള്ളിയിലച്ചൻ പറഞ്ഞാലും നമ്മൾ പോയി അവർ പറയുന്ന കർമ്മങ്ങൾ അങ്ങോട്ട് ചെയ്യും. പക്ഷെ അത് നമുക്ക് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് ചെയ്യും. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം അങ്ങനെ പാടില്ല. അത് ഒരു അന്ധമായ വിശ്വാസമാണ്. ആചാരങ്ങളാവാം, വിശ്വാസങ്ങളാവാം. അന്ധതയെ ചൂഷണം ചെയ്യുന്ന അമ്പലങ്ങൾ ഉണ്ട്. അമ്പലങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, അമ്പലത്തിലെ പൂജാരിമാർ. അത്തരത്തിലൊരു പൂജാരിയായി പോയി ഈ ഉണ്ണിതാമോദരനും ഈ പറയുന്ന അരുൺ എന്നാണ് ഇവന്റെ പേര്. പലർക്കും ഉള്ളൊരു സംശയമാണ്, ഇങ്ങനെ നഗ്ന വീഡിയോ ചോദിച്ചാൽ ഉടനെ കൊടുക്കേണ്ട കാര്യമുണ്ട്. അതിപ്പോൾ ശാരിക പറയുന്ന പോലെ അവരെ നല്ല രീതിയിൽ ഭയപ്പെടുത്തി, അതായത് സ്വന്തം മക്കളെ വെച്ച് പറയുമ്പോൾ പിന്നെ ഇന്റർവ്യൂ ചെയ്യട്ടെ. നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനത്തെ നഗ്ന വീഡിയോ എടുക്കുന്നതിൽ എക്സ്പേർട്ടായ ഒരു പൂജാരി ഉണ്ടായിരുന്നു, സന്തോഷ് മാധവൻ. അദ്ദേഹം മരിച്ചുപോയി. നമ്മുടെയൊക്കെ സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരുടെ വരെ വീഡിയോസ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹം പുറലോകം കണ്ടിട്ടില്ല, അവിടെ തന്നെ വെച്ച് സമാധി അടയുകയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പിൻഗാമിയാണോ ഇവരെന്നൊക്കെയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനെ കാണാനും ഒക്കെ കൊള്ളാം, ഈ ആരോട് അവന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല ആഠ്യനായിട്ടുള്ള നല്ല എന്താ പറയാ, നല്ല സുന്ദര മുഖങ്ങൾ. ഇയാൾക്കൊക്കെ എന്തിന്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവും. അതായത് ഈ ഒരു നോർമലി വാട്സപ്പ് കോൾ ചെയ്യുമ്പോഴേക്കും അത് റെക്കോർഡ് ചെയ്യപ്പെടില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ള ഒരാൾ തന്നെയാണ് ഈ പറയുന്ന പൂജാരി. പക്ഷേ ഈ യുവതിക്ക് എവിടുന്നോ കുറച്ച് ബുദ്ധി പുള്ളിക്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റൊരു മൊബൈൽ വെച്ച് ഈ റെക്കോർഡ്, ഈ സംസാരിക്കുന്നത്, അതിനകത്ത് തന്നെ അവർക്ക് വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെയാണ്. പക്ഷെ അവർ ഒഴിഞ്ഞ് മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇങ്ങോട്ട് കയറി റൂം എടുക്കാം, അങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങളാണ് അതിലുള്ളത്. പക്ഷെ എങ്കിൽ പോലും ഒരു പൂജാരി തൻ്റെ ആ ഒരു സ്ഥാനം മറന്ന് ഇത്തരത്തിലൊരു ഭക്തയോട് അല്ലെങ്കിൽ തന്നെ സമീപിച്ച തൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരാൻ, അത് ഓപ്പണായിട്ട് തൻ്റെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവരെ തൻ്റെതായ ഇഷ്ടങ്ങൾക്ക് വീണ് കിട്ടും എന്ന് അദ്ദേഹം എന്ന് പറയാൻ പാടില്ല, അയാൾ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ എന്തു തന്നെ ആയാലും ഇപ്പോൾ നമ്പർ മാറുന്ന, അല്ലെങ്കിൽ പലരും ചോദിക്കുന്നത് കേട്ടു, ഒരു പൂജാരിയുടെ കയ്യിൽ നമ്പർ കൊടുക്കേണ്ട കാര്യമുണ്ട്. അമ്പലങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ പോകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ തന്നെ വളം വെച്ച് കൊടുത്തിട്ടല്ലേ എന്നുള്ളൊരു സംസാരമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. തീർച്ചയായിട്ടും ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മളെല്ലാവരും ഏറ്റവും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും കോൺടാക്ട് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഒരു മീഡിയേറ്റർ ആയിട്ടാണല്ലോ ഈ പറയുന്ന പൂജാരിയാണേലും വൈദികനെ ആണേലും ഒക്കെ കാണുന്നത്. ദൈവമായിട്ട് നമുക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ പറയുന്ന ഈ മധ്യസ്ഥർ, അല്ലേ, അങ്ങനെയല്ലേ, മീഡിയേറ്റേഴ്സിനെ അല്ലെങ്കിൽ ഇവരെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ എല്ലാവരും പറയും നമ്മൾ ദൈവമായിട്ട് ഡയറക്റ്റ് പോയി പ്രാർത്ഥിച്ചിട്ട് പോന്നാൽ പോരെ. പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ അറിയാതെയാണെങ്കിലും വിശ്വസിച്ച് വഴുതിപ്പോവും. അപ്പോൾ നമ്മുടെ ഈ ഒരു ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടേതായ കാര്യങ്ങൾ തുറന്ന് കാണിക്കാതെ നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ നടത്താൻ ഈ കോൺടാക്ട് നമ്പർ എപ്പോഴും, അല്ലെങ്കിൽ ഒരു നമ്പർ കൈമാറിയെന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊന്നും ഒരു തെറ്റൊരിക്കലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള യഥാർത്ഥത്തിലുള്ള മുഖം പുറത്തിറങ്ങി. പക്ഷേ അത് വെച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നടങ്കം ആക്ഷേപിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല, അല്ലേ ശാരിക? അതെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേറൊന്നുമല്ല, ഭക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈശ്വരനോടൊരു കാര്യം നമുക്ക് പറയണമെങ്കിൽ അതിന് ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ ചോദിച്ചേക്കാം എന്തിനാണ് അമ്പലങ്ങൾ എന്തിനാണ്? നമുക്ക് വീട്ടിലൊക്കെ എപ്പോഴും നമ്മൾ തിരക്കും ബഹളങ്ങളും ഒക്കെ ആയിരിക്കും. ഒരു സമാധാനത്തോടു കൂടി കുറച്ച് നേരം, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അമ്പലപ്പറമ്പിൽ പോയിരിക്കുകയോ അവിടെ താലമരച്ചോട്ടിൽ പോയിരിക്കുകയോ അല്ലെങ്കിൽ ആ ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് ഏത് ദേവനോ ദേവിയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമ്പലമോ പള്ളിയോ മോസ്കോ ആയിക്കോട്ടെ, അവിടെ പോയി നിൽക്കുമ്പോൾ അവിടെ എപ്പോഴും ഒരു സമാധാനം, ഒരു കാംനെസ് ഉണ്ട് എല്ലായ്പ്പോഴും,
പോകുമ്പോഴും അല്ലേ, പള്ളിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എത്ര വലിയ പള്ളികളായാലും എത്ര ചർച്ചുകളായാലും നമുക്ക് അവിടെ പോയി ഒരു പിൻ ഡ്രോപ്പ് സൈലൻസും ഒരു സമാധാനവും ഒരു ശാന്തിയും ഒക്കെ ഉണ്ട്. ആ ഒരു ശാന്തതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നത്. യഥാർത്ഥ ഭക്തർ അതാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു കാലത്തും ഒരു നാട്ടിലും ഈ നമ്മുടെ ന്യൂഡിറ്റി കാണിച്ചുകൊണ്ട് ഒരു ഭക്തിയും ഒരിടത്തും ഡെവലപ്പ് ആകുന്നില്ല, അല്ലെങ്കിൽ അത് ഒരു പ്രയോജനവും നമുക്ക് ചെയ്യില്ല. അത് മാത്രമല്ല, അത് പോൺ സൈഡിലേക്ക് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ദയവായി നമ്മുടെ ശരീരത്തെയും നമ്മുടെ കയ്യിലുള്ള സ്വത്തിനെയും അല്ലെങ്കിൽ അതിനെ അതിനെ സംരക്ഷിക്കാനുള്ള ഒരു മനസ്സോടുകൂടി വേണം നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ ഇങ്ങനെയുള്ള ആൾക്കാരെ സമീപിക്കും. നമ്മുടെ ദൗർബല്യങ്ങളെ മുതലാക്കുന്ന ആൾക്കാരെ തിരിച്ചറിയാൻ ഇനിയെങ്കിലും മലയാളികളോ അല്ലെങ്കിൽ ഭക്തരോ മനസ്സിലാക്കുക.